ഇങ്ങോട്ട് ഞാൻ പറഞ്ഞില്ല തേങ്ങ അരച്ചും തേങ്ങാപ്പാലും ഇതിനോട് കറി ഉണ്ടാക്കണ്ടാന്ന്. ഇവിടെ സാധാരണ മുളക് പൊടിയിട്ടുണ്ടാക്കണ കറികളൊക്കെ എന്നോട് എല്ലാവർക്കും ഇഷ്ടം. എന്റെ അമ്മയെ എപ്പോഴും ഒരേ രീതിയിൽ തന്നെ തിന്നോണ്ടിരുന്നാലേ അതിനൊരു രസവും ഉണ്ടാവില്ല. ഇടക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ, അതിനോണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. നിന്നോട് എന്തോരം പറഞ്ഞിട്ട് നീ അനുസരിക്കാത്ത എന്താ? തന്റെ ഇടം മാത്രം കാണിക്കണുള്ളൂ ഇപ്പൊ. ഇത് തൊട്ട് തിന്നാൻ പറ്റുമെങ്കിൽ തിന്നാ മതി. തിന്നു നോക്ക്, എന്തെങ്കിലും പറ്റൂലെന്നാ പറയാല. ഇതിങ്ങനോട്ട് ശരിയാവില്ലല്ല. എടാ മോനെ ഇവിടെ വന്നേ. നീ നീ ഇവിടെ വന്നേ. ഇവിടെ ഉണ്ടാക്കി ചെന്ന കണ്ട ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഇത് നോക്കി ഞാൻ പറഞ്ഞ കറി നല്ല ഉണ്ടാക്കുന്നത്. അപ്പൊ ഇഷ്ടു കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ആരും തിന്നാറുണ്ടാ? എന്റെ അമ്മ ഇടയ്ക്ക് ഒരു വെറൈറ്റി നമുക്ക് കഴിച്ചു പോയിക്കൂടെ? അത് മോശമാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതിപ്പോ എന്താണ് മോശമാണോ പറയും? നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞ അനുസരിക്കണില്ല. ഇപ്പൊ ഒരു കാര്യം പറഞ്ഞ അനുസരിക്കണം. ഇന്നലെ ഞാൻ പറഞ്ഞു അമ്പലങ്ങ പറിച്ച് ആർക്കും കൊടുക്കല്ലേ എന്ന് പറഞ്ഞു. ഇന്നത് അത് പറിച്ചുകൊണ്ട് അപ്പുറത്തുള്ള പെണ്ണിന് കൊടുക്കാൻ വേണ്ടി പോയേക്കണം. എന്റെ അമ്മ ഇതാ സാധനം വെറുതെ അവിടെ കിടന്ന് ചീത്തായി പോണല്ലേ. അത് ആർക്കെങ്ങനെ കൊടുക്കട്ടെ, അവരെങ്ങനെ കഴിക്കുമല്ല. വെറുതെ ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ കാര്യം പറയട്ടെ, അമ്മ കറി കഴിച്ചു നോക്ക്. അത് കൊള്ളൂലെന്നുണ്ടെങ്കിൽ ഓക്കെ. ഒരു കാരണം കഴിക്കാണ്ട് അതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞ് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്തിനാണ്? അതുപോലെ ഈ നാട്ടുകാരെ കേട്ടല്ലോ നല്ല സഹകരിച്ച് നല്ല രീതിയിൽ പോകുന്നേ. വെറുതെ രണ്ടുപേരും കൂടി ഈ വക കാര്യങ്ങളൊന്നും എന്നെ വിളിക്കണട്ടാ. എനിക്ക് താല്പര്യമില്ല, വേറെ പണിയുണ്ട് എനിക്ക്. കണ്ട എന്റെ മോൻ പോണ കണ്ട വന്ന് കേറിയില്ലല്ല. അതിനു മുമ്പ് അവളെ കയ്യിലെടുത്ത്. എന്റെ മോൻ ഞാൻ പറഞ്ഞ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും എന്റെ കൂടെ ചെയ്തുകൊണ്ടിരുന്ന മോനാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞത് കേൾക്കാണ്ട് ഇപ്പൊ തിരിഞ്ഞു നോക്കി പോണണ്ട. എന്റെ അമ്മേ, ചേട്ടനെ ഞാനായിട്ട് മാറ്റിയതൊന്നുമല്ല. ചേട്ടന് ഇപ്പൊ ആ കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാല് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ചേട്ടൻ ഇപ്പൊ ഇങ്ങനെ പോയത്, അല്ലാതെ ഞാനായിട്ടൊന്നും പറഞ്ഞ് മാറ്റിയതൊന്നും അല്ല. പിന്നെ അമ്മ ഒരു മോളായിട്ട് കാണ്. ഇങ്ങനെ ഒരു ശത്രുവിനെ കാണുന്നവനെ കാണുന്നത്. ഇനി മോളായിട്ട് കാണാൻ പറ്റില്ലെങ്കിലും മോന്റെ ഭാര്യയാണ്, ഒരു മരുമോളാണ്. ആ സ്ഥാനമെങ്കിലും എനിക്കിതാ. എന്നീ വീട്ടിലാ ഒരു വേലക്കാരത്തിനെ പോലെ ഇടാനൊന്നും അമ്മ വിചാരിക്കണ്ട. ഞാൻ ഈ വീട്ടിലെ വലിഞ്ഞേറി വന്നൊന്നുമല്ല. അമ്മയുടെ മോനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ്. അമ്മ എന്നോട് ഒരു മോളെ പോലെ കണ്ട് എന്നെ അമ്മ സ്നേഹിച്ചാല് തിരിച്ച് ഞാനും എന്റെ അമ്മയുടെ സ്ഥാനം തന്ന് ഞാൻ സ്നേഹിക്കും. അല്ലെങ്കിൽ അമ്മായിയമ്മ പോലെ എടുക്കാനാണ് ഉദ്ദേശമെങ്കിലും തിരിച്ച് ഞാനും അങ്ങനെ തന്നെ ചെയ്യും. ഇപ്പൊ പണ്ടത്തെ കാലമൊന്നും അല്ല അമ്മേ, കാലമൊക്കെ മാറി. പണ്ടായിരുന്നു ഈ അമ്മായിയമ്മ പോലെ. ഇപ്പൊ അമ്മായിയമ്മ പോലെ എടുക്കാനേ മരുമക്കൊക്കെ എടുത്ത് ചെന്ന് കഴിഞ്ഞാലേ തിരിച്ചവര് അതുപോലെ തന്നെ തിരിച്ച് പ്രതികരിക്കും. അമ്മൊന്നേ ആലോചിച്ച് നോക്ക്, അമ്മായിയമ്മയും മരുമോളായിട്ട് ഈ കുടുംബത്തില് തല്ലും പിടിച്ച് ഒച്ചയും ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി നടക്കണോ, അല്ലെങ്കിൽ ഒരമ്മയെ മോളെ പോലെ സ്നേഹത്തോടെ ഈ വീട്ടിൽ കഴിയണോന്ന് അമ്മൊന്നേ ചിന്തിച്ചു നോക്ക്. എന്തുവാണോന്ന്. ഇവിടെ ഈ മരുമകൾ ചെയ്തതല്ലേ ശരി? പ്രതികരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം. ഇപ്പോൾ ഈ അമ്മായിയമ്മക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇപ്പോൾ അമ്മായിയമ്മ മരുമകൾ എന്ന ചിന്തകളെല്ലാം മാറ്റി അവരിപ്പോൾ അമ്മയും മകളുമായി സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചതും അത് തന്നെയാണ്.